ഹായ് ഡിയേഴ്സ്, DIY നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. മുടി നല്ലപോലെ വളരാനും മുടിക്ക് നല്ല കരുത്ത് കിട്ടാനും മുടിക്ക് തിളക്കം കിട്ടാനും അതേപോലെ തന്നെ ചുരുണ്ട മുടിയുള്ളവർക്ക് മുടി സ്ട്രെയിറ്റ് ആവാനും പിന്നെ എല്ലാ ഹെയർ ടൈപ്പിനും സ്യൂട്ട് ആവുന്ന നല്ലൊരു റെമഡിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. മുടിയുടെ അറ്റം പൊട്ടിപ്പോയിട്ട് സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാനായിട്ടും ഈ ഒരു ടിപ്പ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും. ഈ ഒരു ഹെയർ മാസ്കിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇതിപ്പോൾ ഇത് ഏകദേശം 3/4 കപ്പോളം തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അധികം വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മൾ തേങ്ങാപ്പാൽ എടുക്കേണ്ടത് കേട്ടോ. തേങ്ങാപ്പാൽ നമ്മുടെ മുടി കരുത്തോടെ വളരാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് മാറാനും നല്ല സിൽക്കി ആക്കി വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതേപോലെ തന്നെ മുടിയെ നല്ല രീതിയിൽ തന്നെ കണ്ടീഷൻ ചെയ്യുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയാണ്. 8-10 ചെമ്പരത്തിയുടെ ഇലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത്ര തന്നെ നിങ്ങൾ ചെമ്പരത്തിയുടെ ഇല എടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് മുടിയുടെ ഉള്ളിനും അതുപോലെ തന്നെ നീളത്തിനൊക്കെ അനുസരിച്ച് ചെമ്പരത്തിയുടെ ഇല എടുത്താൽ മതി. ചെമ്പരത്തി ആണെന്നുണ്ടെങ്കിലും നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആക്കി വയ്ക്കും. അതുപോലെ തന്നെ മുടി നല്ല ആരോഗ്യത്തോടെ വളരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ചെമ്പരത്തിയുടെ ഇല നല്ലപോലെ കഴുകി വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കറ്റാർവാഴ ജെല്ലാണ്. ഇതിപ്പോൾ ഞാൻ ഇളം കറ്റാർവാഴ ആയതുകൊണ്ടാണ് ഞാനിതിൻ്റെ ആ തൊലി കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുത്തിട്ടും യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഹെയർ മാസ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ 3 ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ ഈ 3 ഇൻഗ്രീഡിയൻസും നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പാക്ക് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ആവണക്കെണ്ണയാണ്. 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. അടുത്തതായിട്ട് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഓയിലും ചേർക്കുന്നുണ്ട്. പിന്നെ ഈ 2 ഓയിലും ചേർക്കുന്നത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. കാരണം എനിക്കിത് 2 ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാനിത് ആഡ് ചെയ്തതെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ചേർത്താൽ മതി. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നിങ്ങൾ കുളിക്കുന്നതിന് മുൻപായിട്ട് തലയോട്ടിയിലും അതുപോലെ തന്നെ മുടിയുടെ അറ്റം വരെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്യുമ്പോൾ ഷാമ്പൂ ഇടാൻ പാടില്ല കേട്ടോ. നമ്മൾ വെറുതെ സാധാരണ വെള്ളത്തിൽ കഴുകിയെടുക്കാം. ആഴ്ചയിൽ 3 ദിവസം ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. മുടിക്ക് വേര് മുതൽ തന്നെ സ്ട്രെങ്ത് കിട്ടാനും തിളക്കം കിട്ടാനും ഉള്ളി വയ്ക്കാനും അതുപോലെ തന്നെ നീളം വയ്ക്കാനും സ്പ്ലിറ്റൻസ് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ മാസ്ക് ആണിത്. മുടിയെ നല്ല രീതിയിൽ തന്നെ മാനേജബിൾ ആക്കും. നന്നായിട്ട് തന്നെ കണ്ടീഷൻ ചെയ്യും ഈ ഒരു ഹെയർ മാസ്ക്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുരുണ്ട മുടിയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുടി ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് കിട്ടാനായിട്ടും ഈ ഒരു ഹെയർ മാസ്ക് ഹെൽപ്പ് ചെയ്യും. നല്ല സോഫ്റ്റ് അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആക്കി വെക്കും ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്